ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് നമ്മൾ ഷാർജ കോർണിഷ് തന്നെയാണ്. ഏർലി മോർണിംഗ് 5 o'clock സ്റ്റാർട്ട് ചെയ്തതാണ് നമ്മൾ ഇന്നത്തെ വാക്കിംഗ് ചലഞ്ച്. ഇന്ന് നമ്മൾ മിഷൻ 30 ഡേയ്സിൻ്റെ 16ാമത്തെ ദിവസമാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോണത്, ഇന്നലെ എന്നോടൊരു സ്റ്റുഡൻറ്റ് ചോദിച്ചു, സർ നിങ്ങൾ വാക്കിംഗ് ബോഡി നിങ്ങൾ വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട് ജിമ്മിൽ പോയിക്കൂടെ എന്നുള്ളത്. അതൊരു വാലിഡ് ക്വസ്റ്റ്യൻ തന്നെയാണ്. ഒരുപാട് ആൾക്കാർ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്, ജിമ്മിന് പോയിക്കൂടെ എന്നുള്ളത്. ആക്ച്വലി നിങ്ങൾ കാണാം, ഖുറാനിൽ കാണാം, ലഖദ് ഖലഖനൽ ഇൻസാന ഫി അഹ്സനി തഖ്വീം, അല്ലേ? നമ്മൾക്ക് ദൈവം നല്ലൊരു ബോഡി തന്നിട്ടുണ്ട്. നല്ലൊരു സ്ട്രക്ചറിലൂടെയാണ് നമ്മളെ സൃഷ്ടിച്ചിട്ടുള്ളത്, ഫി അഹ്സനി തഖ്വീം. അപ്പോൾ ആ ഒരു ബോഡി മെയിൻറ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് മെഷീൻസിൻ്റെ സഹായം ആവശ്യമില്ല. നമ്മളെ ബോഡി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് മെഷീൻസിൻ്റെ സഹായത്തോടു കൂടി മെയിൻറ്റെയിൻ ചെയ്ത ബോഡിയും അതുപോലെ നാച്ചുറൽ എക്സസൈസോടു കൂടി മെയിൻറ്റെയിൻ ചെയ്യണ ബോഡിയും രണ്ടും വ്യത്യാസം ഉണ്ടാവും. മെഷീൻ്റെ സഹായത്തോടു കൂടി മെയിൻറ്റെയിൻ ചെയ്ത ബോഡിക്ക് കൂടുതൽ ഉണ്ടാവില്ല, വീണ്ടും എന്ത് ചെയ്യും, ഒരു കണ്ടിന്യൂറ്റി വേണ്ടി വരും. ഓക്കെ, നേരെ മറിച്ച് അങ്ങനെ നാച്ചുറൽ എക്സസൈസ് എന്ന് പറഞ്ഞാൽ, നാച്ചുറൽ എക്സസൈസ് കൊണ്ട് നോർമലി നമുക്ക് അറിയണ എക്സസൈസുകൾ തന്നെ, ഏതൊക്കെയാണ് എക്സസൈസുകൾ നമുക്ക് അറിയണം, ആ എക്സസൈസുകൾ മാത്രം ചെയ്താൽ തന്നെ നമ്മളെ ബോഡി മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയും. പക്ഷെ നമുക്കൊരു വിൽ പവർ ഉണ്ടാവുക എന്നുള്ളതാണ്. ഇഫ് ദർ ഇസ് എ വിൽ ദർ ഇസ് എ വേ എന്നല്ലേ. ഓക്കെ, അപ്പോൾ ചോദിക്കും, അപ്പോൾ എല്ലാത്തിനും സമയം ഉണ്ടാവുമോ, സമയം കണ്ടെത്താൻ നമ്മൾ ജോലി തിരക്കിൻ്റെ ഇടയിൽ നമുക്ക് സമയം കണ്ടെത്താൻ കഴിയുമോ ഇല്ല എന്നുള്ളതൊക്കെ ഒരു ക്വസ്റ്റ്യനാണ്. അപ്പം അതിന് വേണ്ടെന്നാണ് നമ്മുടെ ലൈഫിൽ നമ്മളൊരു ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു ടൈം ടേബിൾ ക്രമീകരിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ആ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ടൈം ടേബിൾ ക്രമീകരിക്കുമ്പോൾ എപ്പോഴാണ് നാം എഴുന്നേൽക്കേണ്ടത്, ഓക്കെ, എപ്പോഴാണ് ഉറങ്ങേണ്ടത്, ഏതൊക്കെ ഫുഡാണ് കഴിക്കേണ്ടത്, എപ്പോൾ കഴിക്കണം, എത്രത്തോളം കഴിക്കണം, ഓക്കെ, എത്ര വെള്ളം കുടിക്കണം, ഒക്കെ നമുക്ക് ഇത് ചെയ്യാൻ കഴിയും. അതിന് കൂടെ തന്നെ എക്സസൈസുകൾ ചെയ്യാനുള്ള, വ്യായാമം ചെയ്യാനുള്ള ഒരു സമയം കണ്ടെത്തുകയും വേണം. ഓക്കെ, നമുക്കിപ്പോൾ 24 hours ഉണ്ട് അല്ലേ? ആ 24 hours നമ്മൾ 24 minutes എങ്കിലും ചുരുങ്ങിയത് നമ്മൾ വ്യായാമം ചെയ്യണം. ഒന്നെങ്കിൽ നടക്കുക, അല്ലെങ്കിൽ കുറച്ച് നേരം ഓടുക. ഓക്കെ, ഇനി സ്വിം ചെയ്യാൻ കഴിയുമെന്നുണ്ടെങ്കിൽ സ്വിം ചെയ്യാം. ഇപ്പം എന്നും സ്വിം ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും അല്ലെങ്കിൽ 2 പ്രാവശ്യമെങ്കിലും. കാരണം സ്വിമ്മിങ് എന്നൊക്കെ പറഞ്ഞാൽ നല്ല എക്സസൈസുകളാണ്, നമ്മുടെ ബോഡിക്ക് നന്നായി എഫക്റ്റീവ് ആവുന്ന നല്ല എക്സസൈസ് ആണ് സ്വിമ്മിങ് ഒക്കെ. ഓക്കെ, പിന്നെ മറ്റൊരു കാര്യം, നമുക്ക് പല ഹോബീസും ഉണ്ടാകും. അപ്പോൾ ചുരുങ്ങിയത് ഒരു ദിവസം ഒരു 10 മിനിറ്റെങ്കിലും ആ ഒരു ഹോബി ചെയ്യാനുള്ള സമയം നമ്മൾ കണ്ടെത്തണം. ഉദാഹരണത്തിന് നമ്മൾ നല്ല പാട്ടുകാരനാണ് കരുതുക, സിംഗിങ് ആണ് നമ്മളെ ഹോബി എന്ന് കരുതുക, ഒരു 10 മിനിറ്റ് പാട്ട് പാടണം. അതുപോലെ തന്നെ ഡാൻസിങ് ആണ് നമ്മളെ പാഷൻ എന്നുണ്ടെങ്കിൽ ഡാൻസ് ചെയ്യുക 10 മിനിറ്റ്. അതുപോലെ വേറെ എന്തെങ്കിലും, ഇനി കളിക്കുകയാണെന്നൊരു 10 മിനിറ്റ് കളിക്കാൻ കണ്ടെത്തണം. ഫുട്ബോൾ ആവട്ടെ, ക്രിക്കറ്റ് ആവട്ടെ, ബാഡ്മിൻ്റൺ ആവട്ടെ, ഏതാണോ എന്നുള്ളത്. ഓക്കെ, അതും കൂടി എന്ത് ചെയ്യണം, നമ്മൾ ചെയ്യണം. അങ്ങനെയെന്നുണ്ടെങ്കിൽ ആ ഒരു നല്ലൊരു ടൈം ടേബിളോട് കൂടി, ഡിസിപ്ലിൻ ടൈം ടേബിളോട് കൂടി പോവുകയാണെന്നുണ്ടെങ്കിൽ വി ക്യാൻ മെയിൻറ്റെയിൻ അവർ ഗുഡ് ബോഡി. സോ നാളത്തെ അപ്ഡേഷനുമായി വീണ്ടും കാണാം. ഓക്കെ, ബൈ.